ഫുട്ബോളിൽ ലയണൽ മെസ്സിക്ക് ഇനി നേടാനോ കീഴടക്കാനോ ഒന്നുമില്ല. 2 കോപ്പയും 1 ലോകകപ്പും 1 ഫൈനലിസീമയും 1 ഒളിമ്പിക് സ്വർണവും ക്ലബ് ഫുട്ബോളിലെ എല്ലാ ട്രോഫികളും 8 ബാലൻഡിയറും എണ്ണിയാലൊടുങ്ങാത്ത റെക്കോർഡുകളും നേടി ഫുട്ബോൾ ലോകത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുകയാണ് അർജന്റീന ഇതിഹാസം. കരിയറിൽ രാജ്യത്തിനും ക്ലബിനും വേണ്ടി 45 കിരീടങ്ങളാണ് താരം സ്വന്തമാക്കിയത്. ഫൈനലിൽ കൊളംബിയയെ വീഴ്ത്തിയാണ് തുടർച്ചയായ 2ാം തവണയും മെസ്സിയും സംഘവും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടത്. 37-കാരനായ മെസ്സിക്ക് ഇനി എത്ര കാലം ദേശീയ ഫുട്ബോളിൽ തുടരാനാകുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. താരത്തെ തുടർച്ചയായി പരിക്കുകൾ അലട്ടുകയാണ്. ഫൈനലിൽ 66-ാം മിനിറ്റിൽ കണങ്കാലിന് പരിക്കേറ്റ താരം കണ്ണീരോടെയാണ് കളം വിട്ടത്. പിന്നീട് ഡഗ്ഔട്ടിലിരുന്ന് കരയുന്ന മെസ്സിയുടെ ദൃശ്യങ്ങളും വൈറലായിരുന്നു. 2023 സെപ്റ്റംബർ മുതൽ രാജ്യത്തിനും ക്ലബിനും വേണ്ടിയുള്ള 20ഓളം മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതിനിടെയാണ് അർജന്റീനയുടെ മുൻ ഇതിഹാസം മരിയോ കെമ്പസ് മെസ്സിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകുന്നത്. ദേശീയ ടീമിനായി എല്ലാം നേടിക്കൊടുത്ത മെസ്സി ഇനിയും അർജന്റീൻ കുപ്പായത്തിൽ എത്ര കാലമുണ്ടാകും? മെസ്സിയുടെ ശരീരത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലാകില്ല. ക്ലബ് ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ തീർച്ചയായും ഒരു ദിവസം നമുക്ക് കളി നിർത്തേണ്ടി വരും. ക്ലബ്ബുകളുടെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ്. എന്നാൽ ദേശീയ ടീമിൽ അത് നടക്കില്ല. കൂടുതൽ വിശ്രമിക്കാനും ടൂർണമെന്റുകൾ കളിക്കാനുമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം MLS തിരഞ്ഞെടുത്തത്. പക്ഷേ ഇപ്പോൾ പരിക്കേറ്റാൽ സുഖം പ്രാപിക്കാൻ അദ്ദേഹം കൂടുതൽ സമയമെടുക്കുന്നു. ചെറുപ്പക്കാരായ കളിക്കാർ നിങ്ങളെക്കാൾ വേഗത്തിൽ കുതിക്കുന്നത് കാണുമ്പോൾ സ്വയം മനസ്സിലാകും, നിങ്ങൾ പിന്നെയും തുടരാൻ ആഗ്രഹിക്കില്ല. നിർത്താനായോ എന്ന് ശരീരം നിങ്ങളോട് പറയുമെന്ന് മരിയോ കെമ്പസ് പറഞ്ഞു. കോപ്പയിൽ 1 ഗോൾ മാത്രമാണ് മെസ്സിക്ക് നേടാനായത്. 1 ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.